ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം പ്രതിനിധി സജി മഞ്ഞക്കടമ്പിൽ ചേരുന്നുണ്ട്. ശ്രീ സജി, ഇനിയിപ്പോ സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ എന്നുള്ളതിൽ ഏകദേശം തീരുമാനമായി. ഇന്ന് ചർച്ചകൾ നടക്കാനിരിക്കുന്നു. വൈകിട്ടത്തോടെ അറിയാമെന്ന് വിചാരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ പേരുകളിൽ താങ്കളുടെ പേരും ഉണ്ടായിരുന്നു, ആയേക്കാം എന്ന തുടക്കത്തിലൊക്കെ താങ്കളുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. എന്താണ് തീരുമാനമെന്ന് താങ്കൾ ഇപ്പോൾ പറയില്ലെങ്കിലും ഏത് തരത്തിലായിരിക്കും അവിടെയുള്ള ഒരു ജയസാധ്യത, കോൺഗ്രസുമായി എങ്ങനെയായിരിക്കും അതിൽ ചർച്ചയുണ്ടാവുക? സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായമായിരിക്കുമോ കൂടുതൽ പരിഗണിക്കുക? സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരള കോൺഗ്രസിന്റെ സീറ്റാണ് ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ നേതൃയോഗം ചേർന്ന് സ്ഥാനാർത്ഥി നിശ്ചയിക്കും. അവിടെ മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തും. അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന അദ്ദേഹം നിശ്ചയിക്കുന്ന ആള് കോട്ടയത്ത് മത്സരിക്കും, വിജയിക്കുക തന്നെ ചെയ്യും. അവിടെ ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഉള്ള മറ്റൊന്നിനെ കുറിച്ചും സ്വാഭാവികമായിട്ടും ജോസഫ് വിഭാഗം ചിന്തിക്കുന്നുണ്ടാവില്ലല്ലോ. ഒന്നുമില്ല. ഇവിടെ കോട്ടയത്ത് ജയിക്കാൻ പറ്റിയ ഏറ്റവും ജയസാധ്യതയുള്ള ആളിനെ പാർട്ടി തിരഞ്ഞെടുക്കും. തോമസ് ചാഴികാടൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാം വികസന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണ പരിപാടി തുടങ്ങി എന്നാണ് അറിയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എതിരാളിയായിട്ട് ആര് വന്നാലായിരിക്കുമെന്നാണ് താങ്കളുടെ പേഴ്സണൽ ഒപ്പീനിയൻ? അദ്ദേഹം UDF-നെ വഞ്ചിച്ച് കാലുവാരി പോയ ആളാണ് തോമസ് ചാഴികാടൻ. അപ്പൊ ആ നിലയിൽ UDF-നെ വഞ്ചിച്ച തോമസ് ചാഴികാടനെ പരാജയപ്പെടുത്താൻ തീർച്ചയായും UDF-നൊപ്പം എക്കാലവും അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ സ്ഥാനാർത്ഥിയാകുമ്പോൾ വിജയസാധ്യത കൂടുതലുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ നിലയിൽ കോട്ടയത്ത് നിരവധി ആളുകളുണ്ട്. അവരെ ആരെങ്കിലും ഒരാളുടെ പാർട്ടി ചെയർമാൻ ചുമതലപ്പെടുത്തും, അദ്ദേഹം മത്സരിക്കും, വിജയിക്കും. UDF ഒരു പേര് പറഞ്ഞാൽ അംഗീകരിക്കാൻ കേരള കോൺഗ്രസ് തയ്യാറാണോ? അല്ല, അങ്ങനെ UDF ഒരിക്കലും പറയില്ലല്ലോ. ഇതുവരെയും നമ്മൾ കേട്ടിട്ടില്ലല്ലോ, കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണല്ലോ. ഏതെങ്കിലും ഒരു ഇന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാലേ നിങ്ങൾക്ക് സീറ്റ് തരൂ എന്ന് പറയുന്നത് ഞങ്ങൾ കരുതുന്നില്ല. അത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണെന്ന് പാർട്ടി തീരുമാനിക്കും, അത് പാർട്ടി ചെയർമാൻ പ്രഖ്യാപിക്കും. അല്ലാണ്ട് ഇപ്പൊ ഈ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന അല്ലെങ്കിൽ ചില ആളുകൾ അഴിച്ചുവിടുന്നത് വെറും പ്രചരണം മാത്രമാണ്. കോൺഗ്രസ് ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് തരൂ, ഇന്ന സ്ഥാനാർത്ഥി മത്സരിച്ചാലേ വിജയിക്കുമെന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ പല കോൺഗ്രസ് നേതാക്കന്മാരുമായി, ഞാൻ ഈ ജില്ലയിലെ UDF-ന്റെ ചെയർമാനാണല്ലോ, നേതാക്കന്മാരുമായിട്ട് നമ്മളൊക്കെ സംസാരിക്കുന്നത്. അവരാരും അത്തരത്തിലുള്ള ഒരഭിപ്രായം ഞങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും അറിയുകയുമില്ല. എന്നാലും അത് തെറ്റായ ഒരു പ്രചരണമാണ്. ഇന്ന് കേരള കോൺഗ്രസിന് സീറ്റാണ് എന്ന് തീരുമാനമായി കഴിഞ്ഞാൽ പാർട്ടിയുടെ നേതൃയോഗം ചേരും. കേരള കോൺഗ്രസിന് വിജയസാധ്യതയുള്ള നല്ല സ്ഥാനാർത്ഥിയെ തന്നെ പാർട്ടി രംഗത്ത് കൊണ്ടുവരും. ആ സ്ഥാനാർത്ഥിയെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കോട്ടയത്ത് ഒരു നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കേരള കോൺഗ്രസ് ജോസഫും കേരള കോൺഗ്രസ് മാണിയും തമ്മിലുള്ള പോരാട്ടം മാത്രമാണോ? അതിനപ്പുറത്തേക്ക് BJP-ക്ക് അതിൽ എന്തെങ്കിലും റോൾ ഉള്ളതായിട്ട് ഒരു ത്രികോണത്തിലേക്ക് പോകും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലിലാണോ പാർട്ടി? ഒരിക്കലുമില്ല. കോട്ടയത്ത് ത്രികോണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് M എന്ന് പറഞ്ഞ പ്രസ്ഥാനമില്ല. കേരള കോൺഗ്രസ് M മാണി സാറിന്റെ മരണത്തോടെ അത് ഇല്ലാതായിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പൊ ജോസ് കെ മാണി വിഭാഗമാണ്. ഇപ്പൊ കേരള കോൺഗ്രസ് എന്ന പേരൊക്കെ അവർ വാങ്ങിച്ചെടുത്തു എന്നുള്ളതിനർത്ഥം. അവിടെ ഞങ്ങൾക്കറിയാം, കേരളത്തിലെ അല്ലെങ്കിൽ കോട്ടയത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം, KM മാണി സാർ എന്ന് ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാവായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നതുവരെ, അദ്ദേഹം മരണപ്പെട്ടത് UDF-ന്റെ നേതാവായിട്ട്, അദ്ദേഹത്തെ UDF-കാരനായിട്ടാണ് ഞങ്ങളെല്ലാം അദ്ദേഹത്തെ കത്തീഡ്രൽ പള്ളിയിൽ ഞങ്ങൾ കബറടക്കിയത്. അതിനുശേഷം ജോസ് കെ മാണിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി അല്ലെങ്കിൽ ചില ഭയപ്പാടുകൾ കൊണ്ട് അദ്ദേഹം മുന്നണി വിട്ട് അദ്ദേഹം LDF-നൊപ്പം ചേർന്നു. പക്ഷേ മാണിസാറിനെ സ്നേഹിക്കുന്ന ആളുകൾ, ബഹുമാനിക്കുന്ന ആളുകളൊക്കെ ഇന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ട്. പ്രത്യേകിച്ച് തോമസ് ചാഴികാടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ UDF-നെ ചതിച്ച തോമസ് ചാഴികാടനെ പരാജയപ്പെടുത്താൻ അന്ന് പ്രവർത്തിച്ച ആളുകളൊക്കെ സജീവമായി രംഗത്തുണ്ടാവും. മാണിസാറിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, മാണിസാറിനെ നമുക്കറിയാം, ബാർക്കോഴ വിവാദമുണ്ടായി. പക്ഷേ വിവാദം വെറും ആരോപണം മാത്രമായിരുന്നു. ആരോപണം ഉണ്ടായപ്പോൾ ആരോപണത്തിന്റെ പേരിൽ മാണിസാറിനെ വേട്ടയാടിയതാണ് CPM. ആ CPM-നൊപ്പം കൈകോർത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ റബ്ബർ കർഷകരെ ഉൾപ്പെടെ ഇന്ന് അപമാനിക്കുന്ന ഒരു സംവിധാനത്തിൽ കൂടെ പോകുമ്പോൾ സ്വാഭാവികമായും കോട്ടയത്തെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും. തോമസ് ചാഴികാടനെതിരെ വിധിയെഴുത്തുണ്ടാവും. KM മാണി സാറിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ UDF-നൊപ്പം ഞങ്ങൾക്കൊപ്പം നിൽക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് UDF-ന് ഇവിടെ 100% വിജയസാധ്യത ഞങ്ങൾ കാണുന്നുമുണ്ട്. ശരി, നന്ദി ശ്രീ സജി മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചതിന്.